ജൂണിലാണ് CMAയുടെ എൻട്രി എക്സാം. അതിൻ്റെ കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ അത് കുറച്ച് പഠിക്കാനുള്ള ക്ലാസ്സൊക്കെ തീർത്തു. ഇനി നേരെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച കുറച്ച് പ്ലാൻസ് ഞാൻ റീപ്പോർട്ട് ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ അത് പിറ്റേ ദിവസത്തേക്ക് മാറ്റി വെച്ചേക്കായിരുന്നു. അപ്പോൾ നമുക്ക് ഇന്ന് അതൊക്കെ റീപ്പോർട്ട് ചെയ്യാം. എനിക്ക് കൂട്ടത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു പ്ലാന്റാണ്. നല്ല രസമാണ് അതിൻ്റെ ഒരു ഇലകൾ കാണാൻ. ശരിക്കും ഈ ചിത്രശലഭങ്ങളെ പോലെ ഇരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു പ്ലാന്റാണത്. അങ്ങനെ ഞാൻ റീപ്പോർട്ട് ചെയ്യാനുള്ള ചട്ടിയൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അതിന് ഓട്ടയില്ല അടിയിൽ, എന്നാലേ നമ്മുടെ ഈ വെള്ളമൊക്കെ ഇറങ്ങിപ്പോളൂ. അപ്പോൾ നമുക്ക് അതിന് ഓട്ടയിട്ടിട്ട് വരാം. അങ്ങനെ ഞാനത് കൊണ്ടുപോയി അതിന് ഓട്ടയൊക്കെ ഇട്ടു. എല്ലാ ചട്ടികൾക്കും ഓട്ടയിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചെടികൾ നടാം. ചെടികളൊക്കെ പോട്ടിൽ നിന്ന് എടുത്ത് അത്യാവശ്യം വേരൊക്കെ വന്ന പ്ലാന്റ് ആയിരുന്നു എല്ലാം. അങ്ങനെ അത് പുതിയ പോട്ടിലേക്ക് മണ്ണും ഒക്കെ ഇട്ട് റീപ്പോർട്ട് ചെയ്തു. എല്ലാ പ്ലാന്റും അത്യാവശ്യം വേരൊക്കെ വന്ന പ്ലാന്റ് ആയിരുന്നു. അപ്പോൾ ഞാനത് കൂടുതൽ മണ്ണൊന്നും ഇളക്കിയില്ല. ആ ചട്ടിയിലുണ്ടായിരുന്ന മണ്ണ് തന്നെയാണ് പുതിയ പോട്ടിലേക്ക് വെച്ചത്. പിന്നെ കുറച്ച് മണ്ണ് കൂടി വേണമായിരുന്നു, അതും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ നമ്മൾ ചെടികൾ വാങ്ങി നടാണെങ്കിൽ അത് ചെറിയൊരു പ്ലാസ്റ്റിക് കവറിലോ അല്ലെങ്കിൽ ചെറിയ പോട്ടുകളിലൊക്കെ ആക്കിയിട്ടായിരിക്കും അവർ വലിയ പോട്ടിലേക്ക് മാറ്റിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അത് ചെടികൾക്ക് വളരാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് വേണം നമ്മൾ പുതിയ പോട്ടിലേക്ക് മാറ്റാൻ. ഇത് ഞാൻ ജസ്റ്റ് അത് നോക്കിയായിരുന്നു, അതിൻ്റെ കടയ്ക്ക് നോക്കിയായിരുന്നു. അങ്ങനെ വല്ല പ്ലാസ്റ്റിക് പോട്ടിലാണോ അല്ലെങ്കിൽ കവറിലാണോ എന്നൊക്കെ ചെക്ക് ചെയ്തായിരുന്നു. അങ്ങനെ ചെടികളൊക്കെ അത്യാവശ്യം വെയിൽ കിട്ടുന്ന ഏരിയയിലേക്ക് തന്നെ മാറ്റി വെച്ചു. പിന്നെ ഈ ഒരു ചെമ്പരത്തി ഉണ്ടല്ലോ, ഇതവിടെ ആർക്കും വേണ്ടാതെ 2 വർഷത്തോളമായിരിക്കുന്നതെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ എനിക്കത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയുണ്ടായിരുന്നു, ഒരു പ്രത്യേക റെഡായിരുന്നു. അങ്ങനെ ഞാനത് വാങ്ങിച്ചു. എനിക്ക് ഡിസ്കൗണ്ടിനാണ് അവരെ തന്നത്. ഇനി നമുക്ക് ഇതിന് കുറച്ച് വളം ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഈ ഒരു വളമാണ് ഉപയോഗിക്കുന്നത്, ജൈവവളമാണ്. അത് അധികമൊന്നും ഇട്ട് കൊടുക്കേണ്ട കാര്യമില്ല. കുറച്ച് എല്ലാ ചെടികളുടെയും കടയ്ക്കല്ല, കുറച്ച് നീക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. അതിട്ട ശേഷം അത് മണ്ണിനോട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കൈയും കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും ടൂൾസൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് മണ്ണിനോട് അത് ചേർത്ത് കൊടുക്കണം. അങ്ങനെ ഞാൻ എല്ലാ ചെടികൾക്കും അത് കുറേശ്ശെ ഇട്ട് കൊടുത്തു. നമ്മൾ ശരിക്കും ചെടികളൊക്കെ നടുമ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വളം ഇട്ട് കൊടുക്കണം. അത് ജൈവവളം തന്നെയാണ് നല്ലത്. അത് ചെടികളെ ഗ്രോ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. വെറുതെ മണ്ണിൽ നട്ട് കഴിഞ്ഞാൽ അത് അത്രയും ഒരു വളർച്ച ചെടികൾക്ക് ഉണ്ടാവില്ല. ഇനി നമുക്ക് പ്ലാന്റ്സിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികമൊന്നും ഒഴിക്കണ്ട. ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അതുപോലെ ചെടികളൊക്കെ ചീഞ്ഞൊക്കെ പോകാൻ സാധ്യതയുണ്ട്. ഇതിപ്പോൾ ഞാൻ നട്ടപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു എന്നുള്ളൂ. പിന്നെ ഞാൻ ജസ്റ്റ് മുകളിലേക്കൊന്ന് പോയി ബൊഗെയിൻവില്ലാസ് എന്തായി എന്ന് നോക്കാനായിട്ട്. ഞാൻ സ്റ്റെപ്പിൻ്റെ അവിടേക്ക് വെച്ച ബൊഗെയിൻവില്ലാസൊക്കെ ഞാൻ മുകളിലേക്ക് തന്നെ കയറ്റി വെച്ചു. കാരണം അത് നമ്മൾ പ്ലാന്റ് വെച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു നല്ല വെയിൽ വേണം. സ്റ്റെപ്പിൻ്റെ ഒരു ഏരിയ അധികം വെയിൽ കിട്ടാത്തൊരു ഏരിയ ആയതുകൊണ്ട് ഞാൻ നേരെ എല്ലായിടത്തും മുകളിലേക്ക് വെച്ചു. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ചില്ല. നമ്മൾ ബൊഗെയിൻവില്ലാസിന് അങ്ങനെ ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ മണ്ണ് ഡ്രൈ ആവണമെങ്കിൽ മാത്രം വെള്ളം ഒഴിച്ചാൽ മതി. 2 ദിവസം കൂടുമ്പോഴേക്ക് വെള്ളം ഒഴിച്ചാൽ മതിയാവും. അപ്പോൾ ഇന്നത്തെ ജോലി കഴിഞ്ഞു. ബൈ.